ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ കോഴ്സിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേരാണ് ഫൗണ്ടേഷൻ ടു ബിസിനസ്. ബിസിനസ്സിലേക്കുള്ള അടിത്തറ, ബിസിനസ്സിൻ്റെ അടിത്തറയെക്കുറിച്ച്, ബേസിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമായ ചില കാര്യങ്ങൾ, ബിസിനസ്സിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നു, ഇൻ എവറി സൊസൈറ്റി, ഏതൊരു സമൂഹത്തിലും പീപ്പിൾ അണ്ടർടേക്ക് വേരിയസ് ആക്ടിവിറ്റീസ് ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ്. ഏതൊരു സമൂഹത്തിലും അവിടെയുള്ള ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു സൊസൈറ്റിയിലും അവിടെയുള്ള ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വ്യത്യസ്തമായ ജോലികൾ എന്ത് ചെയ്യുന്നു? ചില ആളുകൾ ഡ്രൈവർ ആയിരിക്കാം, ചില ആളുകൾ എന്ത് ചെയ്യും, കാർപ്പൻ്റർ ആയിരിക്കാം, ചില ആളുകൾ ഫാമേഴ്സ് ആയിരിക്കാം. അതുപോലെ വ്യത്യസ്തമായ ജോലികൾ അല്ലേ. വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടു ജോലിക്കാരുണ്ട്. അതുപോലെ വീട്ടിൽ ഭാര്യമാരെന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിൽ അടുക്കള പണിയെടുക്കാൻ. അങ്ങനെ വ്യത്യസ്തമായ ഒരു ജോലികൾ, വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവൃത്തികളിൽ ആളുകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടാക്കി തിരിക്കുവാൻ സാധിക്കും. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റി എന്നും ഒന്ന് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും. ഇങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് നമുക്ക് തിരിക്കാൻ സാധിക്കുക. ഇതിനൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആക്ടിവിറ്റീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ വർക്കർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി. ഒരു വർക്കർ എന്ത് ചെയ്യുന്നു? വർക്കിംഗ് ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിൽ എന്ത് ചെയ്യുന്നു? ഒരു വർക്കർ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു ജോലിക്കാരൻ ഫാക്ടറിയിൽ ജോലി എടുക്കുന്നു. ഒരു ഡോക്ടർ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. ഒരു മാനേജർ അയാളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഒരു ടീച്ചർ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇവയെല്ലാം തന്നെ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട കാര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. കാരണം എന്താണ്? ഒരു വർക്കർ, ഒരു എംപ്ലോയി ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്താൽ അയാൾക്ക് എന്ത് കിട്ടും? ശമ്പളം കിട്ടും. ഒരു ഡോക്ടർ ക്ലിനിക്ക് നടത്തുമ്പോൾ അവിടെ രോഗികൾ വരും, അവരെ പരിശോധിച്ചാൽ എന്ത് കിട്ടും? അവർക്ക് ഫീസ് കിട്ടും ഡോക്ടർക്ക്. അതുപോലെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മാനേജർക്ക് മാസാവസാനം എന്ത് കിട്ടും? സാലറി കിട്ടും. ടീച്ചർക്കോ സാലറി കിട്ടും. അപ്പോൾ എന്താണ്? എല്ലാവരും അവരുടെ ലിവ്ലിഹുഡിനെ, അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നത്. അവർക്ക് എന്ത് കിട്ടും? സാലറി ആയിട്ടും ഫീസായിട്ടൊക്കെ പണം കിട്ടുന്നുണ്ട്. Therefore, engaged in an economic activity. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ പറയാൻ സാധിക്കുമെന്ത്? ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന്. ക്ലിയർ? അതായത് ഒരു എംപ്ലോയി ഫാക്ടറിയിൽ ജോലി എടുക്കുന്നത്, ഡോക്ടർ ക്ലിനിക്ക് നടത്തുന്നത്, മാനേജർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, ടീച്ചർ പാഠങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ എന്താണ്? അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ട പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇനി മറ്റൊരു വശം നമുക്ക് പരിശോധിക്കാം. ഹൗസ് വൈഫ് കുക്കിംഗ് ഫുഡ് ഫോർ ഹെർ ഫാമിലി. അല്ലേ? ഹൗസ് വൈഫായിട്ടുള്ള പെണ്ണ്, അല്ലേ, സ്ത്രീ എന്ത് ചെയ്യുന്നു? അവരുടെ കുടുംബത്തിന് വേണ്ട ഭക്ഷണങ്ങൾ അവർ പാകം ചെയ്യുന്നു. കിച്ചണിൽ വെച്ചിട്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നു ഹൗസ് വൈഫ്, ഒരു വീട്ടമ്മ. ഓക്കെ, അല്ലെങ്കിൽ എ ബോയ് ഹെൽപ്പിംഗ് ആൻ ഓൾഡ് മാൻ ക്രോസ് ദ റോഡ്. ഓക്കെ, ഒരു വയസ്സായ ഒരാളെ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്യുന്നു? റോഡ് മുറിച്ച് കടക്കുവാൻ സഹായിക്കുന്നു. ഇവയെല്ലാം എന്തെങ്കിലും പണം പ്രതീക്ഷിച്ചുകൊണ്ടാണോ? എന്തെങ്കിലും സാലറി ആയിട്ടോ, വേജായിട്ടോ, കൂലിയായിട്ടോ, വേതനമായിട്ടോ, ശമ്പളമായിട്ടൊക്കെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. ഹൗസ് വൈഫ് സ്വന്തം വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും, ഒരു കുട്ടി വയസ്സായ ഒരാളെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നതും പണം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. വെറും അനുകമ്പ, സിമ്പതി, എമ്പതി, ലവ്, സ്നേഹം കൊണ്ട്, സിമ്പതി കൊണ്ട്, എമ്പതി കൊണ്ട്, അഫെക്ഷൻ കൊണ്ട്, അത്രയും നല്ല ബന്ധം കൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടാണ്. സോ അത്തരത്തിലുള്ളതാണെങ്കിൽ അതെന്ത് ആക്ടിവിറ്റിയാണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഓക്കെ, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ രാവിലെ എണീക്കുന്നു.
രാവിലെ എണീറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പല്ല് തേക്കുന്നു. അതൊരു പ്രവർത്തനമാണ്. അതിന് ശമ്പളം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇതിനു വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നു? പല്ല് തേക്കുന്നു, കുളിക്കുന്നു, വസ്ത്രം മാറുന്നു. ഓക്കെ. ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു. നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോയാൽ, നമ്മൾ സാധാരണ ഫുട്ബോൾ കളിക്കാൻ പോയാൽ നമുക്കാരെ പൈസ തരുമോ? ക്രിക്കറ്റ് സാധാരണ കേട്ടോ, പ്രൊഫഷണൽ പ്ലെയർ അല്ല, വെറുതെ തടി അനങ്ങാൻ വേണ്ടിയിട്ട് വ്യായാമത്തിന് വേണ്ടി പോയാൽ പൈസ തരുമോ? നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം, ഇങ്ങോട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്താണ്? അതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. സാമ്പത്തികേതര പ്രവർത്തനം എന്ന് പറയും. അതിന് നമുക്ക് എന്ത് കിട്ടുന്നില്ല? പണം കിട്ടുന്നില്ല. പക്ഷേ ഇതേ വ്യക്തി തന്നെ രാവിലെ ഈ പറയുന്ന പ്രവൃത്തികളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഓഫീസിലേക്ക് പോകുന്നു. ഒരു ഉദ്യോഗസ്ഥനാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ ജോലി എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിന് ശമ്പളം ലഭിക്കുന്നുണ്ട്. അത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതായത് എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമുക്കൊരു ജോലി ഉണ്ടാവും, ഒരു പ്രോപ്പർ ജോലി ഉണ്ടാവും, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ, നോൺ എക്കണോമിക് ആക്ടിവിറ്റി, അതിലും നമ്മൾ ഏർപ്പെടുന്നുണ്ട് അല്ലേ? നമ്മൾ വാഹനം എടുത്ത് ഓടിച്ചു പോവുക, നമ്മളെ വീട്ടിലേക്ക് സാധനമായി കൊണ്ടു കൊടുക്കുക, ഇതൊക്കെ സാമ്പത്തികേതര പ്രവർത്തനങ്ങളാണ്. സാമ്പത്തിക പ്രവർത്തനം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ എന്താണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലവ്, സിമ്പതിൻ്റെ ഒക്കെ ബേസിൽ ചെയ്യുന്നതാണ്. ഓക്കെ. പറയുന്നു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് ബൈ വിച്ച് വി ക്യാൻ ഏൺ അവർ ലിവ്ലിഹുഡ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പണം നേടുവാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇത് എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പണം, സമ്പാദ്യം അല്ലേ, പണം നൽകുന്ന പ്രവർത്തനങ്ങളാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്നറിയപ്പെടുന്നത്. ഒരു എംപ്ലോയി, ഒരു വർക്കർ ഫാക്ടറി ജോലി എടുക്കുന്നതും, ഡോക്ടർ ഒരു ക്ലിനിക്ക് നടത്തുന്നതും, ഒരു മാനേജർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതും, ടീച്ചർ ക്ലാസ് എടുക്കുന്നത്, സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതും ഒക്കെ എന്താണ്? അവരുടെ ദൈനംദിന ജീവിതം, അവരുടെ ജീവിതത്തിന് വേണ്ട പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ഔട്ട് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പുറത്ത്, സിമ്പതിയുടെ പുറത്ത്, സെൻറ്റിമെൻസിൻ്റെ പുറത്ത്, പാട്രിയോട്ടിസം, ദേശസ്നേഹത്തിൻ്റെ പുറത്ത്, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളുടെ പുറത്ത്, കാര്യങ്ങളുടെ അടിസ്ഥാനമാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നറിയപ്പെടുന്നത്. അവിടെ നമുക്കാരും പൈസ തരുന്നില്ല, നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ല, എക്കണോമിക് ബെനിഫിറ്റ് ഒന്നുമില്ല, സാലറി ആയിട്ടോ ഒരു ഇൻകവും കിട്ടുന്നില്ല അല്ലേ? ഒരു ഹൗസ് വൈഫ് വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നതും, ഒരു കുട്ടി വയസ്സായ ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസാണ്. സിമ്പതിയുടെയും ലവിൻ്റെയും സെൻറ്റിമെൻസിൻ്റെ ഒക്കെ പുറത്ത് ചെയ്യുന്നതാണ്. അതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഏതൊക്കെ രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. നമുക്ക് മൊത്തം ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു ദിവസം ഏർപ്പെടുന്നു. അതിന് നമ്മൾ രണ്ടായി തിരിച്ചു, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്കണോമിക് ആക്ടിവിറ്റീസിനെ വീണ്ടും 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക് ആക്ടിവിറ്റിയെ വീണ്ടും 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? 3 തരത്തിലുണ്ട്. ഏതൊക്കെ? ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്. ഇങ്ങനെ 3 എണ്ണമായി നമുക്ക് തരംതിരിക്കാം. ഓക്കെ. ഇനി നമുക്ക് ഈ 3 എണ്ണവും വിശദമായിട്ട് നോക്കാം. ആദ്യം ബിസിനസ്. ദ ടേം ബിസിനസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ബിസി. ബിസി എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പദം വന്നിട്ടുള്ളത്. ദസ് ബിസിനസ് മീൻസ് ബീയിങ് ബിസി. തിരക്കിലായിരിക്കുക, ബിസി ആയിരിക്കുക എന്നുള്ളതാണ് ബിസിനസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹവർ ഇൻ എ സ്പെസിഫിക് സെൻസ് ബിസിനസ് റെഫേഴ്സ് ടു ആൻ ഒക്യുപ്പേഷൻ. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. ഇൻ വിച്ച്, ആ ജോലിയിൽ പീപ്പിൾ, ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ റെഗുലർലി എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ്, സ്ഥിരമായിട്ട് ദിവസവും അവരെന്ത് ചെയ്യുന്നു? ചില പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റിലേറ്റഡ് ടു, എന്തുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിലാണ്? പർച്ചേസ് ചെയ്യുക, സാധനങ്ങൾ വാങ്ങുന്നത്. പ്രൊഡക്ഷൻ, ഉൽപ്പാദനം. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, പ്രൊഡക്ഷൻ ചെയ്തു, ഉൽപ്പാദനം ചെയ്തു. ഓർ സെയിൽ ഓഫ് ഗുഡ്സ്, വിൽപ്പന നടത്തി.
ഗുഡ്സ് എന്തൊക്കെയാണ് വിൽക്കുന്നത്? ഗുഡ്സ്, സാധനങ്ങൾ ആൻഡ് സർവീസസ് വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ്. ലാഭം നേടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ഉൽപ്പന്നങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് അത് വിൽക്കുന്ന പ്രവൃത്തിയിൽ സ്ഥിരമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ ജോലിയെ പറയുന്ന പേരാണെന്ത്? ബിസിനസ് എന്നുള്ളത്. ബിസിനസ് റെഫേഴ്സ് ടു ദ ഒക്യുപ്പേഷൻ. അതൊരു ജോലിയാണ് ഇൻ വിച്ച് ആ ജോലിയിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ? ദിവസം തോറും എന്ത് ചെയ്യുന്നു? സ്ഥിരമായിട്ട് ആളുകൾ ഈ ആൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചില പ്രവൃത്തികൾ. ആ പ്രവൃത്തികൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പർച്ചേസ്, സാധനങ്ങൾ വാങ്ങുന്നത്, അതുപോലെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, ഓർ സെയിൽ ഓഫ് ഗുഡ്സ്, വിൽപ്പന, സാധനങ്ങളുടെ വിൽപ്പന, ആൻഡ് സർവീസസ്, സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ വിത്ത് എ വ്യൂ ടു ഏണിംഗ് പ്രോഫിറ്റ്. ലാഭം നേടുക. പക്ഷേ ലാഭം നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുകയും ആ ഉൽപ്പന്നത്തെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതാണെന്ത്? ആ പ്രവൃത്തിയാണെന്ത് പറയുന്നത്? ബിസിനസ്. ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? ബിസിനസ് മാൻ എന്ന് വിളിക്കും. ഓക്കെ. ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ലാഭം നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്താണ്? ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്, സാമ്പത്തിക പ്രവർത്തനമാണ്. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ, ഉൽപ്പാദനവും അതുപോലെ തന്നെ വിപണനവും ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അണ്ടർടേക്കൺ. ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് എ മോട്ടീവ് ഓഫ് ഏണിംഗ്. ലക്ഷ്യം എന്താണ്? മോട്ടീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്, അല്ലേ? ലാഭം നേടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. ബൈ സാറ്റിസ്ഫൈയിങ് ഹ്യൂമൻ നീഡ്സ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലുള്ള ആളുകളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകളുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ലാഭം നേടുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാം ബിസിനസ്സാണ്, അല്ലേ? ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരുപാടുണ്ട്, അല്ലേ? പല രീതിയിലുള്ള ബിസിനസ്സുകളുണ്ട്. പക്ഷേ അവിടെ എന്ത് ലക്ഷ്യമുണ്ടായിരിക്കണം? ബിസിനസ് എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു എക്കണോമിക് ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. ലാഭം നേടുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം. ലാഭം നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ വിൽപ്പന നടത്തുകയും അതിനെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആ പ്രവൃത്തിയെ പറയുന്ന പേരാണ് ബിസിനസ് എന്നുള്ളത്. ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ. ഇനി എന്തൊക്കെയാണ് ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ പ്രത്യേകതകൾ? ബിസിനസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിനുണ്ടായിരിക്കേണ്ട ചില സവിശേഷതകൾ എന്തെല്ലാമാണ്? അതാണ് നോക്കുന്നത്. ഒന്നാമത്തെ, ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. കാരണം ബിസിനസ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഏണിംഗ് പ്രോഫിറ്റ്, ലാഭം നേടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങളെയോ സേവനങ്ങളെയോ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുക, നേടിയെടുക്കുക, വാങ്ങുക. എങ്ങനെയാണ്? നിങ്ങൾ നാട്ടിലെ കച്ചവടക്കാരെ കണ്ടിട്ടില്ലേ? നാട്ടിലെ കച്ചവടക്കാർ ബിസിനസ്സാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ ബിസിനസ്സാണ് ചെയ്യുന്നത്. നാട്ടിൽ ചെറിയ പലചരക്ക് കച്ചവടക്കാരൊക്കെ ഇല്ലേ, അവർ ചെയ്യുന്ന ബിസിനസ്സാണ്. പക്ഷേ അവർ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്യാണ്? അവരുടെ കടയിൽ വിൽക്കാൻ ആവശ്യമായ സാധനങ്ങളെ പ്രൊക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്, നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരാൾ ഉണ്ടാക്കിയതായ വസ്തുവിനെ നേടിയെടുക്കുന്നു. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒറിജിനലി ഒരു ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ്. പക്ഷെ പ്രൊക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേതോ ഒരു വ്യക്തി ഉൽപ്പാദിപ്പിച്ച് വെച്ച സാധനത്തെ നമ്മൾ പർച്ചേസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റീസെല്ലിങ്. കൂട്ടിയ വിലക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വാങ്ങുന്നത്. പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളെയോ സേവനങ്ങളെയോ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊക്യൂർമെൻറ്റ് പ്രകാരം പർച്ചേസ് ചെയ്യുന്നത് എന്തിനാണ്? പർച്ചേസ് ചെയ്യല്ല, അത് വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ അതിനെ പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കൂടിയ വിലക്ക് മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൊക്യൂർ ചെയ്യാൻ കുറഞ്ഞ വിലക്ക് വാങ്ങുകയും എന്നിട്ട് കൂടിയ വിലക്ക് എന്ത് ചെയ്യാം? മറ്റൊരാൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അവർ ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ
ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പ്രൊക്യൂർ ചെയ്യാന്ന് വെച്ചാൽ അവർ മറ്റേതോ ആൾ ഉണ്ടാക്കി വെച്ച സാധനത്തെ വന്ന് നമ്മുടെ നാട്ടിൽ സ്റ്റേഷനറി കടകൾ അതുപോലെ പലചരക്ക് കടയിലൊക്കെ കണ്ടില്ലേ, അരി അവരുണ്ടാക്കുന്നതാണോ? അല്ല, അരി മറ്റേതോ മില്ലിൽ നിന്ന് ആളുകൾ കൊണ്ടുവന്ന് ലോറിയിലൊക്കെ കൊണ്ടുവന്ന് അവരുടെ കടയിലേക്ക് ഇറക്കി കൊടുക്കുന്നതാണ്. അതുപോലെ മല്ലി, മുളക്, അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ, പയർ വർഗ്ഗങ്ങളൊക്കെ അങ്ങനെയല്ലേ. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റാരോ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ഉൽപ്പാദിപ്പിച്ച സാധനത്തെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രൊക്യൂർമെൻറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനമാണ്. പ്രൊക്യൂർമെൻറ്റ് എന്ന് വെച്ചാൽ മറ്റേതോ ഒരാൾ ഉൽപ്പാദിപ്പിച്ച വസ്തുവിനെ നമ്മളുടെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ മൂന്നാമത്തെ സവിശേഷതയാണ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളെയോ സേവനങ്ങളെയോ വിൽപ്പന നടത്തുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് ആക്ടിവിറ്റിയുടെ മറ്റൊരു പ്രത്യേകത. ബിസിനസ് ആക്ടിവിറ്റി എംഫസൈസ്ഡ് ഓൺ സെയിൽ ഓർ ട്രാൻസ്ഫർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം സെല്ലർ ടു ദി പർച്ചേസർ. ഓക്കെ, അടുത്ത പറഞ്ഞ ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു, സാധനങ്ങളെയും സേവനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആര്? ബിസിനസ് മാൻസ് അല്ലേ. ബിസിനസ്സിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ദിവസവും എന്ത് ചെയ്യും, സാധനങ്ങളും സേവനങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഏണിംഗ്. ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് ഏണിംഗ്. ദ മെയിൻ ഇൻറ്റൻഷൻ ഓഫ് ബിസിനസ്. പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ലാഭം നേടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൺസെർട്ടേണിറ്റി ഓഫ് റിട്ടേൺ. അൺസെർട്ടൈൻ എന്ന് പറഞ്ഞാൽ അനിശ്ചിതമായിരിക്കുക, അനിശ്ചിതമാണ്, ഉറപ്പ് പറയാൻ സാധിക്കാത്തത്. അൺസെർട്ടൈനിറ്റി ഓഫ് റിട്ടേൺ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയാണ് അൺസെർട്ടൈനിറ്റി ഓഫ് റിട്ടേൺ. ബിസിനസ്സിൽ നിന്ന് എത്രത്തോളം റിട്ടേൺ കിട്ടും, എത്രത്തോളം വരുമാനം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം കച്ചവടമാണ്, ബിസിനസ്സാണ്. ബിസിനസ്സിൽ എന്തെങ്കിലും കച്ചവടം നടക്കണം, വ്യാപാരം നടക്കണം, ട്രാൻസാക്ഷൻ നടക്കണം. ട്രാൻസാക്ഷൻ നടന്നാൽ മാത്രമേ ഫണ്ട് വരുള്ളൂ, റിട്ടേൺ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എലമെൻ്റ് ഓഫ് റിസ്ക്. ഒരുപാട് റിസ്ക് ഉണ്ട് ബിസിനസ്സിൽ. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവും, മാർക്കറ്റിംഗ് റിസ്ക്. ഒരു ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ കിട്ടുന്നതിൽ റിസ്ക് ഉണ്ടാവും. അതുപോലെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് പൈസ ചിലവുണ്ടാവും, ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് വെച്ച ഉൽപ്പന്നത്തെ കമ്പോളത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് റിസ്ക് ഉണ്ടാവും. അങ്ങനെ നിരവധി റിസ്കുകളുണ്ട് ഈ പറയുന്ന ബിസിനസ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് പ്രൊഫഷനെ കുറിച്ചാണ്. നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പ്രൊഫഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. പ്രൊഫഷൻ എന്ന് വെച്ചാൽ എ പെയ്ഡ് ഒക്യുപ്പേഷൻ. ഇതെന്താണ്? ഒരു പെയ്ഡ് ഒക്യുപ്പേഷനാണ്. നമുക്ക് ശമ്പളം കിട്ടും, ശമ്പളം കിട്ടുന്നൊരു ജോലിയാണ്. എസ്പെഷ്യലി വൺ ദാറ്റ് ഇൻവോൾവ്സ് പ്രിലോങ്ഡ് ട്രെയിനിങ് ആൻഡ് എ ഫോർമൽ ക്വാളിഫിക്കേഷൻ. ഒരു ഫോർമലായിട്ടുള്ള ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും കിട്ടിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊഫഷൻ എന്ന് വിളിക്കുക. പ്രൊഫഷണലായിട്ടുള്ള വ്യക്തി അയാൾ പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയത്തിലോ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളിലോ ട്രെയിനിങ് കിട്ടിയ ആളായിരിക്കും. പ്രായോഗികമായിട്ടുള്ള നോളജ് ഉണ്ടാവും, ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വ്യക്തിയായിരിക്കും, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രെയിനിങ് ഒക്കെ കിട്ടിയ വ്യക്തിയായിരിക്കും. അയാൾക്ക് അയാളുടെ മേഖലയിൽ ഒരു ക്വാളിഫിക്കേഷൻ, ഒരു യോഗ്യത പാസ്സായിട്ടുള്ള ആളായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ത് ചെയ്യണം? ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ICAI. ICAI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഫോർമൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആളായിരിക്കണം. ICAIയുടെ CA കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ആളായിരിക്കണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ അയാൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും, അയാൾക്കൊരു പ്രത്യേക ഫോർമൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അയാൾക്ക് കിട്ടുന്ന പ്രൊഫഷൻ, അയാൾക്ക് കിട്ടുന്ന എന്താണ്, അതിൻ്റെ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് പ്രോഫിറ്റ് അല്ല. ഓക്കെ, പ്രോഫിറ്റ് അല്ല കിട്ടുന്നത്, അയാൾക്ക് കിട്ടുന്ന ഫീസാണ്. ഓക്കെ, ഫീസ് കിട്ടും. അതുപോലെ തന്നെ സാലറി ഒക്കെ ആയിട്ട് കിട്ടും. ഓക്കെ, പലപ്പോഴും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് പ്രൊഫഷൻ എന്നറിയപ്പെടുന്നത്. പിന്നെ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു വർക്കിംഗ് ഫോർ സംബഡി എൽസ് വിച്ച് മേ ബി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ഓർ കമ്പനി. മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പണിയെടുക്കുന്ന, ജോലി എടുക്കുന്നതാണെന്ത്? എംപ്ലോയ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇതിന് പ്രത്യേകിച്ച് സ്കില്ലോ ട്രെയിനിങ്ങോ ഒന്നും ആവശ്യമില്ല. വളരെ എന്താ പറയുക, ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റ് കിട്ടുന്ന അയാൾക്ക് വേജ് ആയിരിക്കും, കൂലിയായിരിക്കും എന്ത് ചെയ്യുക? എംപ്ലോയ്മെൻറ്റ്, ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ്
പ്രൊഫഷൻ അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് പറഞ്ഞാൽ സാധാരണ പണിയെടുക്കുന്ന ആളുകളാണ്. അവർക്ക് കിട്ടുന്ന കൂലിയായിരിക്കും. പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നതോ പലപ്പോഴും ഫീസാണ് കിട്ടുന്നത്. ഓക്കെ, അവർക്ക് പ്രത്യേകമായ ട്രെയിനിങ്ങും അതുപോലെ പ്രത്യേകമായിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിരിക്കും. എംപ്ലോയീസിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇത് മൂന്നും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തതാണ് ബേസിക്. അതിൽ പറയുന്ന മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എങ്ങനെയാണ് ഈ പറയുന്ന ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്, ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ എൻ്റർപ്രണേഴ്സ് ഡിസിഷൻ ആൻഡ് അതർ ലീഗൽ ഫോർമാലിറ്റി ഇഫ് നെസസറി. ഒരു ബിസിനസ് തുടങ്ങുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് എൻ്റർപ്രണർ. എൻ്റർപ്രണറുടെ തീരുമാനമാണെന്ത് ഒരു ബിസിനസ്സിലേക്ക് നയിക്കുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ലീഗൽ ഫോർമാലിറ്റീസ് ഒഴിക്കും മറ്റൊന്നുമില്ല. അതുപോലെ എൻ്റർപ്രണറുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത്, തുടങ്ങുന്നത്. പ്രൊഫഷൻ ആണെങ്കിലോ മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർ ആവുകയും അതിന് മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു പ്രൊഫഷൻ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർക്ക് എന്ത് ചെയ്യണം, MBBS പാസ്സാവുകയും MBBS പാസ്സായി ഹൗസ് സർജൻസി കഴിഞ്ഞു അയാൾക്ക് അതിൻ്റെ ഫുൾ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയാൽ മാത്രമേ അയാൾ എന്തായി മാറുകയുള്ളൂ, ഒരു ഡോക്ടറായി മാറുകയുള്ളൂ. എംപ്ലോയ്മെൻ്റ് ആണെങ്കിലോ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആൻഡ് സർവീസ് എഗ്രിമെൻറ്റ്. ഇവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് തുടങ്ങുന്നത്, ഒരു എംപ്ലോയിയുടെ എംപ്ലോയ്മെൻറ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്, അയാൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററും അതുപോലെ തന്നെ സർവീസ് എഗ്രിമെൻറ്റും കൊടുക്കുന്നതിലൂടെയാണ്. അതോടുകൂടി എന്തായി, അയാളൊരു എംപ്ലോയി ആയി മാറി, അയാളുടെ എംപ്ലോയ്മെൻറ്റിലേക്ക് കടന്നു. അടുത്ത നാച്ചർ ഓഫ് വർക്കിൻ്റെ സ്വഭാവം, ജോലിയുടെ സ്വഭാവം എങ്ങനെയാണെന്നാണ്. ബിസിനസ്സിലെ ജോലിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദി പബ്ലിക്. പൊതുജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ഒരു സ്വഭാവം. പ്രൊഫഷൻ്റെ സ്വഭാവമോ റെൻഡറിങ് ഓഫ് പേഴ്സണലൈസ്ഡ് എക്സ്പേർട്ട് സർവീസസ്. പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ പ്രത്യേകമായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന, എക്സ്പേർട്ടായിട്ടുള്ള സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്തം. വക്കീലാണെങ്കിൽ നിയമപരമായ കാര്യങ്ങളിൽ സേവനങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ടീച്ചറാണെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ സേവനം നൽകുന്നു. ഡോക്ടറാണെങ്കിൽ മെഡിക്കൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സേവനങ്ങൾ നൽകുന്നു. അതാണ്. പിന്നുള്ളത് എംപ്ലോയ്മെൻ്റ് ആണ്. പെർഫോമിംഗ് വർക്ക് ആസ് പെർ ദി സർവീസ് കോൺട്രാക്ട് ഓർ റൂൾസ് ഓഫ് സർവീസ്. അതായത് ഒരു എംപ്ലോയി അയാളുടെ വർക്ക് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സർവീസ് കോൺട്രാക്റ്റ് പ്രകാരമുള്ള ജോലി അയാൾ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. അതുപോലെ ക്വാളിഫിക്കേഷൻ. ബിസിനസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നോ മിനിമം ക്വാളിഫിക്കേഷൻ ഈസ് നെസസറി. ഓക്കെ, മിനിമം ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഒരുപാട് എൻ്റർപ്രണേഴ്സ് ഉണ്ട്. ലൈക്ക് ധീരുഭായ് അംബാനിയെ പോലെയുള്ള ഒരുപാട് എൻ്റർപ്രണേഴ്സ് ഉണ്ട്. അതുപോലെ യൂസുഫ് അലിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നുമില്ല. ഒരു ക്ലാസ്സിൽ പോകാത്ത ആൾക്കും ഒരു ജോലിക്ക് ഇതുവരെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു സ്കില്ല് നേടിയെടുക്കാത്ത ഒരാൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ബിസിനസ് തുടങ്ങാവുന്നതാണ്. മിനിമം ക്വാളിഫിക്കേഷൻ യോഗ്യതയൊന്നും എന്തിനില്ല, ബിസിനസ്സിന് ഇല്ല. പ്രൊഫഷൻ്റെ കേസിൽ നോക്കാം. ക്വാളിഫിക്കേഷൻ എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ് ഇൻ സ്പെസിഫിക് ഫീൽഡ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി പ്രൊഫഷണൽ ബോഡി ഈസ് എ മസ്റ്റ്. അതായത് പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണം. ഡോക്ടറാണെങ്കിൽ അയാൾക്ക് എന്ത് വേണം, ക്വാളിഫിക്കേഷൻ വേണം. MBBS പൂർത്തിയാക്കിയിരിക്കണം. എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ്, ഹൗസ് സർജൻസി ചെയ്തിരിക്കണം. അയാൾക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കണം. ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഹൗസ് സർജൻസി കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അയാൾക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കണം, പ്രാവീണ്യം ഉണ്ടായിരിക്കണം. മതിയായ യോഗ്യതകളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഫഷണൽ ഉള്ള ആൾക്ക് ജോലി കിട്ടുള്ളൂ, അതിന് പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ, യോഗ്യത ഉണ്ടാവുമെന്നുള്ളതാണ്. പിന്നെ എംപ്ലോയ്മെൻ്റ് കേസിൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ പറയുന്ന രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ട്രെയിനിങ്ങാണ് ആർക്ക് വേണ്ടത്, ഒരു എംപ്ലോയിക്ക് വേണ്ടത്, ഒരു തൊഴിലാളിക്ക് വേണ്ടത്. ശ്രദ്ധിക്കുക, നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ തന്നെ കല്ല് ചുമക്കുന്ന ആൾക്കും ഓഫീസിൽ ജോലി എടുക്കുന്ന ആൾക്കും രണ്ട് വ്യത്യസ്തമായ യോഗ്യതയാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ സ്ഥാപനത്തിൻ്റെ എംപ്ലോയർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ, ആ എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടാവുക. ഓക്കെ,
അതുപോലെ റിവാർഡ് ആൻഡ് റിട്ടേൺ. ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ലാഭം നേടുക എന്നുള്ളതാണ്. പക്ഷേ പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ, വക്കീൽ അല്ലേ, ലോയർ ആണെങ്കിൽ, ടീച്ചറാണെങ്കിൽ, അതുപോലെയുള്ള ആളുകളാണെങ്കിൽ, ഡോക്ടേഴ്സ് ആണെങ്കിൽ, അവർക്കൊക്കെ കിട്ടുന്ന എന്താണ്? അവരുടെ പ്രൊഫഷൻ്റെ ഫീസാണ്. ഓക്കെ, ഫീസാണ് കിട്ടുന്നത്. പ്രൊഫഷണൽ ഫീസാണ് വരുമാനമായിട്ട് കിട്ടുന്നത്. എംപ്ലോയ്മെൻ്റ് ആണെങ്കിലോ, എംപ്ലോയീസ് ആണെങ്കിലോ, തൊഴിലാളികളാണെങ്കിലോ, ഒന്നുകിൽ അവർക്ക് സാലറി കിട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വേജസ്, കൂലി കിട്ടും. ഒന്നെങ്കിൽ ശമ്പളമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് വേജസ് കാരണം എന്താ? കൂലി. സാലറി എന്ന് വെച്ചാൽ ശമ്പളം, അതാണ് കിട്ടുന്നത്. പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ബിസിനസ്സിലാണെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ആസ് പെർ ദി സൈസ് ഓഫ് നാച്ചർ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനും ബിസിനസ്സിൻ്റെ വലിപ്പത്തിനും അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? മൂലധന നിക്ഷേപം ഉണ്ടാവുക. പ്രൊഫഷൻ ആണെങ്കിലോ ലിമിറ്റഡ് ക്യാപിറ്റൽ നീഡഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വളരെ കുറച്ച് ക്യാപിറ്റൽ മാത്രം മതി. അതുപോലെ തന്നെ എംപ്ലോയ്മെൻ്റ് കേസിൽ നോ ക്യാപിറ്റൽ റിക്വയർഡ്, അവിടെ ഒരു മൂലധനത്തിൻ്റെയും ആവശ്യമില്ല. റിസ്കിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ റിസ്ക് കൂടുതലാണ്, അൺസർട്ടൈൻ ആണ്, അനിശ്ചിതമാണ്, ഇറഗുലറാണ്. ഓക്കെ, ഭയങ്കര റിസ്ക്കുള്ള, നല്ല റിസ്ക്കുള്ള ഒരു ഇതാണെന്ത് മേഖലയാണ് ബിസിനസ് എന്നറിയപ്പെടുന്നത്. കാരണം ഭാവി ലാഭമോ നഷ്ടമോ ഒക്കെ ഉണ്ടാവാം. പിന്നെ പ്രൊഫഷൻ്റെ കേസിലാണെങ്കിൽ ഫീ ഈസ് ജനറലി റെഗുലർ ആൻഡ് സെർട്ടൈൻ സം റിസ്ക്. ഇപ്പോൾ ഒരു പ്രൊഫഷൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഫീ റെഗുലറാണ്, അവിടെ ചെറിയ റിസ്ക്കുകളെ ഉണ്ടാവുന്നുള്ളൂ. എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഫിക്സഡ് ആൻഡ് റെഗുലർ പേ, നോ ലിറ്റിൽ ലോ റിസ്ക്. എംപ്ലോയീസിന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കും. ഒരു ഫിക്സഡ് ആയിട്ടുള്ള, റെഗുലർ ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ള ഒരു ശമ്പളമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവായിരിക്കും. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ട്രാൻസ്ഫർ പോസിബിൾ വിത്ത് സം ഫോർമാലിറ്റി. നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ പ്രൊഫഷൻ്റെ കേസിലും എംപ്ലോയ്മെൻറ്റ് കേസിലും അത് അപ്ലിക്കബിൾ അല്ല. കോഡ് ഓഫ് കണ്ടക്റ്റ്. കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ ഇങ്ങനെ നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതാണ് കോഡ് ഓഫ് കണ്ടക്റ്റ് എന്നറിയപ്പെടുന്നത്. ബിസിനസ്സിൻ്റെ കേസിൽ നോ കോഡ് ഓഫ് കണ്ടക്റ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. ഒരു പ്രത്യേകമായിട്ടുള്ള ചില വ്യവഹാര രീതികളോ അല്ലെങ്കിൽ പ്രത്യേകമായ രീതികളൊന്നും നേരത്തെ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഈസ് ഫോളോവ്ഡ്. അതായത് ടീച്ചറാണെങ്കിൽ ടീച്ചറുടെ പ്രൊഫഷൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്യും. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അവരുടെ മേൽ സ്ഥാപനമായിട്ടുള്ള ICAIയുടെ കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്യും. അതുപോലെ നോംസ് ഓഫ് ബിഹേവിയർ ലേഡ് ഡൗൺ ബൈ എംപ്ലോയർ ആർ ഓൾസോ ബി ഫോളോഡ്. എംപ്ലോയർ എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ, ആ കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിരിക്കണം ആര് ഫോളോ ചെയ്യേണ്ടത്? എംപ്ലോയി ചെയ്യേണ്ടത്. എംപ്ലോയറുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അയാൾ എന്ത് ചെയ്തിരിക്കണം? എംപ്ലോയിയുടെ കോഡ് ഓഫ് കണ്ടക്റ്റ്, എംപ്ലോയി പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റ്, ആ മാർഗ്ഗരീതി, മാർഗ്ഗനിർദ്ദേശങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ഓക്കെ, ബിസിനസ് സ്ഥാപനത്തിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഷോപ്പുകൾ, അതുപോലെ ഫാക്ടറികളൊക്കെയാണ്. പ്രൊഫഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത് ലീഗൽ സർവീസുകളാണ്, അതായത് LLB ആ കാര്യങ്ങൾ. അതുപോലെ മെഡിക്കൽ പ്രൊഫഷൻ, അതായത് MBBS പോലെയുള്ളത്. അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ ഫീൽഡ്, അതൊക്കെ എന്തിനാണ്? എക്സാമ്പിളാണ് ഈ പ്രൊഫഷന്. അതുപോലെ എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലോ എന്താ വെച്ചാൽ ജോബ്സ് ഇൻ ബാങ്കിൽ, ഇൻഷുറൻസ് കമ്പനിയിൽ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ എന്ത് ചെയ്യുക? ജോലി കിട്ടുകയാണെങ്കിൽ അയാളെ വിളിക്കുന്ന പേരെന്താണ്? ഈ പറയുന്ന ഇതാണ്, ഏതാണ്? ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു.